വായന ഇന്നില്ല അല്ലെ, ഒരുപാട് കുറഞ്ഞുപോയി. പക്ഷെ ഇന്ന് കുറേശ്ശെ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാല് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ വന്നതിന് ശേഷം ആൾക്കാർക്ക് പുസ്തകങ്ങൾ വായന കുറഞ്ഞുപോയി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കാരണം കൂടുതൽ എഫക്റ്റീവ് ആവുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഐതിഹ്യമാല നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് കഥകൾ വായിക്കുന്നുണ്ട്. ഈ ഓരോ കഥയിലും നമുക്ക് ഒരുപാട് ഇമാജിനേഷൻ വരുന്നുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ വായിച്ച ഒരു നോവലാണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു നോവലിനെ. നമുക്ക് ഇന്ദുലേഖയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ദുലേഖയെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ്. അവരുടെ സൂര്യ നമ്പൂരിപ്പാടുണ്ട്. ഇപ്പൊ സൂര്യ നമ്പൂരിപ്പാടിനെ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തെയൊക്കെ നമ്മൾ മനസ്സിൽ ഇതായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിൽ ഒരു പിക്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. 1000 പേര് ആ കഥ വായിച്ചാൽ 1000 പേരുടെ മനസ്സിലും 1000 പിക്ചറുകളായിരിക്കും. പല പല വേർഷൻസ് നമ്മുടെ മനസ്സിൽ പതിയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, വടക്കൻ പാട്ടുകളിൽ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പം ചന്തു ഇപ്പൊ നമ്മുടെ മനസ്സിൽ മമ്മൂട്ടിയായി മാറി. ആ പിക്ചർ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയി. വേറൊരു ഇമാജിനേഷൻ അതിൻ്റെ അകത്ത് വരുന്നില്ല. സത്യത്തിൽ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഒരു ഇമാജിനേഷൻ ആണ് വളരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കുട്ടികളെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവരുടെ ഇമാജിനേഷൻ കൂടട്ടെ, ക്രിയേറ്റിവിറ്റി കൂടട്ടെ. അങ്ങനെയല്ലേ നമുക്ക് നല്ല ബ്രെയിൻ നന്നായിട്ട് വികസിച്ച ആ കുട്ടികളെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വായന ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്.